ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ടാവും. പിന്നെ 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചത്, ഒരു പകുതി നാരങ്ങ, പിന്നെ 2 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ. ഇനി അരി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബസ്മതി അരിയാണ്. 1.5 കപ്പ് ബസ്മതി അരി അരമണിക്കൂർ മുമ്പ് കഴുകി അതിൻ്റെ വെള്ളം മാറ്റി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അരമണിക്കൂർ മുമ്പ് തന്നെ നിങ്ങളിങ്ങനെ കുതിർത്ത് വെക്കണം വെള്ളം മാറ്റിയിട്ട്, എങ്കിലേ അരിയുടെ പാകം ശരിയാവത്തുള്ളൂ. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഇതുപോലെ കീറി കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി കൊടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് ഇത്. 2 ചെറിയ സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു പിടി ഉണക്കമുന്തിരിയും ഒരു പിടി ബദാമും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. രണ്ടും ഓരോ പിടി വീതം എടുത്ത് ചെറുതായിട്ട് കഴുകി കട്ട് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടാവുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ്, അപ്പോൾ അതിനാവശ്യമായ ഓയിൽ ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം ബദാം ഇട്ട് വറുത്തെടുക്കാം. ഇപ്പം ബദാമാണ് കുറച്ചുകൂടി പെട്ടെന്ന് കുറച്ചുകൂടി കൂടുതൽ നേരം വേകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമേ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനൊരു ലോ ഫ്ലെയിമിലാണിത് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒന്ന് ചൂടായി ബദാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരും. അതുകൊണ്ട് അപ്പം തന്നെ അത് അതിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ തന്നെ നിങ്ങളിത് മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നട്ട്സൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വളരെ കനം കുറച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ സവാള എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സവാള നന്നായിട്ട് മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സവാള കളർ ചേഞ്ചായി മൂത്ത് കിട്ടാൻ സഹായിക്കും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമായാൽ മതി. ഒരുപാട് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് കോരി മാറ്റി വെച്ചതിന് ശേഷവും കളർ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലെ ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, മസാലയുടെ മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മസാലയുടെ കളർ ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കളർ ഒന്ന് മാറിക്കിട്ടിയാൽ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇപ്പോൾ മുട്ട ഇതിലേക്ക് ഇടുമ്പോൾ ഇതിൽ കീറി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മസാല അകത്തൊക്കെ പിടിക്കും. അപ്പോൾ ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിലിട്ടിരുന്നാൽ മതി. 5 മിനിറ്റ് ഇട്ടിരിക്കുമ്പോൾ തന്നെ മസാല നമ്മൾ കീറി കൊടുത്തത് കൊണ്ട് അകത്തൊക്കെ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് മസാല അകത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മുട്ട ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ 2-3 കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 3-4 കഷ്ണം ഗ്രാമ്പൂ, പിന്നെ ഞാൻ തക്കോലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തക്കോലം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 4 ഏലക്ക, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഓയിലിൽ കിടന്ന് ചൂടാവണം. ഫ്ലെയിം നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് വേറെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുത്താൽ നോർമൽ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം സവാള ഒന്ന് വാടി വരണം. സവാള ഒന്ന് കളറൊക്കെ ചേഞ്ച് എന്നിട്ട് നമുക്ക് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം.
അപ്പോൾ സവാള ഒന്ന് വാടി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം സവാള, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടില്ല. സവാള ഒന്ന് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ സവാളയിലും തക്കാളിയിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പം ഇതിപ്പോൾ ഒന്ന് ഇതിനകത്ത് കിടന്ന് വാടി ആ ഓയിലും നെയ്യിലൊക്കെയുള്ള ആ ടേസ്റ്റൊക്കെ സവാളയെ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ബേ ലീഫ് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം മറന്നുപോയി, അതാണ് ഇപ്പം ബേ ലീഫ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ മസാല കൂട്ടിയിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വാടി വന്നതിന് ശേഷം പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങയൊക്കെ ഒക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നാരങ്ങയുടെ ആ ചെറിയ പുളിപ്പും മണമൊക്കെ കൊണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല അല്ലാതെയും ഇട്ടിട്ടുണ്ട്, ഗരം മസാല പൊടിയായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല മണമായിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. ഇനി മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി ഇട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിൽ നിന്നും കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലിപ്പോൾ ഇലയുടെയൊക്കെ ടേസ്റ്റ് ആ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല ഫുള്ള് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്നില്ല, പകുതി മസാല നമ്മൾ കോരി മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിലേ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ കറക്റ്റ് പകുതി മസാല ഇതിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മസാലയിലാണ് നമ്മൾ അരി ഇടുന്നത്. പകുതി മസാല അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കിയിലോട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് നെയ്യിൽ കിടന്ന്, നെയ്യിലും ആ എണ്ണയിലൊക്കെ കിടന്ന് മസാലയൊക്കെ ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും റൈസിന്. അതുകൊണ്ടാണ് കുറച്ച് മസാലയിലിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇളക്കി അരി പൊടിക്കരുത്, അങ്ങനെയാണെങ്കിൽ ചോറ് നല്ല പാകത്തിന് കിട്ടില്ല. ജസ്റ്റ് ഒന്ന് പൊടിയാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ അരി അളന്നെടുത്തത് ഈ ഒരു കപ്പിലാണ്. അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു കപ്പിന് 1.5 കപ്പ് ചൂടുവെള്ളം, ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിൽ 2.5 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് അരി ആയതുകൊണ്ടാണ് 2.5 കപ്പ് ചൂടുവെള്ളം എടുത്തത്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള പാകത്തിൽ നിങ്ങൾ എടുത്താൽ മതി. ചൂടുവെള്ളം തന്നെ എടുക്കണം, അങ്ങനെയാണെങ്കിലേ അരിയുടെ വേഗ് ശരിയായി വരത്തുള്ളൂ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. കുറച്ച് ഉപ്പൊന്ന് കൂടുതൽ നിൽക്കണം, എങ്കിലേ നല്ല ടേസ്റ്റിന് വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ടവൽ കൊണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഇങ്ങനെ ടവൽ വെച്ച് കവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ആവുന്നതിന് വേണ്ടിയിട്ട് ടവൽ വെച്ച് നമ്മൾ സാധാരണ ദമ്മൊക്കെ ഒട്ടിക്കുമല്ലോ, മൈദാമാവ് വെച്ച് ദം ചെയ്യുന്നേക്കാളും വളരെ ഈസി ആയിട്ട് ദം ഒട്ടിക്കുകയും വേണ്ട, ഇങ്ങനെ ഒരു ടവൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. 90% വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും റൈസ് കോരി മാറ്റാം. അപ്പോൾ ഒരു 1/4 ഭാഗം റൈസ് വെച്ചിട്ട് ബാക്കി ഫുള്ള് നമ്മളൊരു പാത്രത്തിലേക്ക് പൊടിഞ്ഞു പോവാതെ കോരി മാറ്റണം. അപ്പോൾ നമുക്കിനി കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി മസാലയൊക്കെ ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു 1/4 ഭാഗം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മസാല, അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, നട്ട്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിളൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്താലും മതി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. റൈസ് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നനുസരിച്ച് കുറച്ച് നെയ്യൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെയർ ചെയ്യുമ്പോഴും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഒരുപാട് നെയ്യൊന്നും ഒഴിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാത്രം ഒഴിക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ ആ ഒരു മണം കിട്ടത്തില്ല. അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ ലെയറിനുള്ള ഇലകൾ പോലെ വറുത്ത സവാളയും നട്ട്സും പൈനാപ്പിളും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ പുറത്ത് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര ലെയർ ചെയ്യുന്നോ അത്രയും നന്നായിട്ട് ഇടയ്ക്കൊക്കെ മസാല വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ലെയറാക്കി ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് അരിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു 4 ലെയറൊക്കെ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നെയ്യും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പൈനാപ്പിളും ഇട്ട് കൊടുക്കണം. പൈനാപ്പിളിന് പകരം നിങ്ങൾ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസൻസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടിപ്പോൾ ഒരു ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതൊരു മുട്ട ബിരിയാണിയാണെന്നൊന്നും തോന്നില്ല. ചിക്കൻ ബിരിയാണിയേക്കാൾ നല്ലൊരു ടേസ്റ്റിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയർ പിന്നെ ആവശ്യമില്ല, നട്ട്സൊക്കെ മാത്രമേ ഇട്ടാൽ മതി. റൈസ് കുറച്ച് നിരത്തിയിട്ട് ഞാനിപ്പോൾ നട്ട്സും കുറച്ച് ഇലകളും മാത്രമേ ഇടുന്നുള്ളൂ. മസാലയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലെയറും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മസാലയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത മുട്ട ഇനി ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം. എല്ലായിടത്തും ഒന്ന് ആവി കയറി നന്നായിട്ട് മണം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്ത് വിവരങ്ങൾ അറിയിക്കണം.